of A is equal to summation P of Wi where Wi belongs to A ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ P of A is equal to summation P of Wi എന്ന് പറഞ്ഞാൽ 1/8 plus 1/8 plus 1/8 1 2 3 4 5 6 7 8 ടൈംസ് അല്ലേ? 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അപ്പൊ നമുക്ക് 8 ടൈംസ് നമുക്ക് 1/8 എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? 8 ടൈംസ് നമുക്ക് 1/8 നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താ? ഇത് മാത്രം നോക്കുക, ഇത് മാത്രം നോക്കുക, ഇത് മാത്രം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഇത് എന്ത് തോന്നുന്നു? 2/8 എന്ന് തോന്നുന്നു. 2/8 പ്ലസ് ഇവിടെ എന്ത് വന്നു? 2/8 പ്ലസ് ഇവിടെ എന്ത് വന്നു? 2/8 പ്ലസ് ഇവിടെ ലാസ്റ്റ് എന്ത് വന്നു? 2/8 അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന് നമുക്ക് ഒന്ന് ചെയ്താം, ഇതിന് നമുക്കൊന്ന് ചെയ്തത്തില്ലേ? അപ്പൊ എന്ത് വന്നു? 2 + 2 4 ആണ്. 4/8 പ്ലസ് ഇവിടെ എന്താണ്? 2 + 2 4 ആണ്. 4/8 അല്ലേ? ഓക്കെ, ഇനി ഈ 4 ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതും ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ 4 + 4 ഇങ്ങോട്ട് നോക്കുക. 4 + 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. 8/8. സോ ദി ആൻസർ ഈസ് 1. നമുക്ക് എന്ത് നമുക്ക് കിട്ടി? 1 എന്ന് കിട്ടിയല്ലോ. എങ്ങനെയാ കിട്ടിയത്? നമുക്ക് ബിയുടെ വാല്യൂ 1/8 ആണ്. ജിയുടെ വാല്യൂ 1/8 ആണ്. ജിയുടെ വാല്യൂ 1/8 ആണ്. ജിയുടെ വാല്യൂ 1/8 ആണ്. BGG 1/8, GBG 1/8, GGB 1/8, GGG 1/8 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാണ് കേട്ടോ. P of A is equal to summation P of Wi where Wi belongs to A ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റ് ആണ്. ഓക്കെ, എന്ന് പറയുന്നത് ഇവന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, P of A is equal to ത്രൂ ഔട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഓരോ 1/8കളും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തു. 8 ടൈംസ് 1/8 ഉണ്ടായിരുന്നു. 8 ടൈംസ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ 2 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. അപ്പൊ നമുക്ക് എന്താണ്? 4 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇവിടെ 1 + 1/8 എന്ന് പറഞ്ഞാൽ 2/8 പ്ലസ് 1 + 1/8 2/8. ഇവിടെയും 2/8, ഇവിടെയും 2/8. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 2/8 + 2/8, 2/8 + 2/8. അപ്പൊ നമുക്ക് ഇതിങ്ങനെ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 2/8 + 2/8, 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/8. പിന്നെ 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. 4/8. പിന്നെ ഇങ്ങനെ വരും 4 ഡിനോമിനേറ്റർ സെയിം ആവുന്ന കേസിലായിട്ട് നമുക്ക് ഇങ്ങനെ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക? LCM എടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4 + 4 എന്ന് പറഞ്ഞാൽ 8 വന്നു. അപ്പൊ 8/8 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് A is equal to എന്ന് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒക്കെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ P of A, probability of A is equal to എന്താണ്? സമ്മേഷൻ P of probability of Wi അല്ലെങ്കിൽ ω_i നോക്കുക. എല്ലാ ω_iകളും എവിടെയുള്ളതാണ്? എയിലുള്ളതാണ് അല്ലേ? അപ്പൊ നിങ്ങൾ P of A is equal to P of ω_i സമ്മേഷൻ P of ω_i ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ω_iലുള്ള എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടേണ്ട? ആൻസർ ആയിക്കോളും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് S എന്ന് പറയുന്നൊരു സാമ്പിൾ സ്പേസ് തന്നെയാണ്. S എന്ന് പറയുന്നത് S is equal to എന്താണ്? ഒരു സാമ്പിൾ സ്പേസ് ആണ്. S എന്ന് പറയുന്നൊരു സാമ്പിൾ സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. S is equal to set of all. ഇത് നമുക്ക് അറിയാവുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ ω1, ω2 എക്സെട്ര ω n. അപ്പൊ ഇതാണ് നമ്മുടെ S എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഒമേഗ ഐ ഈസ് ഈക്വൽ ടു പി ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. പി ഓഫ് ഒമേഗ ഐ ഈസ് ഈക്വൽ ടു പി ആണ്. പി ഓഫ് ഒമേഗ ഐ ഈസ് ഈക്വൽ ടു പി ആണ്. ഫോർ ഓൾ ഒമേഗ ഐ ബിലോങ്സ് ടു എസ് ആണ്. വെയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ ഐ ബിലോങ്സ് ടു എസ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഈ പി എവിടെയുള്ള എലമെന്റ് ആണ്, എവിടെയുള്ള നമ്പർ ആണ്? ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവൽ, അതായത് നമ്മുടെ റേഞ്ചിലുള്ള നമ്പർ ആണ്. നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏത് ഇന്റർവെല്ലിൽ വരുന്നതാണ്? ക്ലോസ്ഡ് 0 1ന്റെ ഉള്ളിലാണ് നമ്മുടെ റേഞ്ച് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 1ന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഒമേഗ ഐ. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഒമേഗ ഐ. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഒമേഗ ഐ എന്ന് പറഞ്ഞ എന്താണ്? 1 ആണ് അല്ലേ. 1 ആണ്. ദാറ്റ് ഈസ് പി പ്ലസ്, അതായത് 1 ആണ്. ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് P1 അല്ലേ. പി പ്ലസ് പി പ്ലസ് പി എത്രയാണ്? n ടൈംസ് പി ആണ് വരുന്നത് അല്ലേ. പി പ്ലസ് പി പ്ലസ് പി പ്ലസ് എക്സെട്രാ പ്ലസ് പി എന്ന് പറയുന്നത് ഇത് എന്താണ്? n ടൈംസ് ആണ് വരിക. n ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് കിട്ടുന്നത്? 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കേ, സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഡബ്ല്യു ഐ അല്ലെങ്കിൽ ഒമേഗ ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. നോക്കിക്കേ, പി പ്ലസ് പി പ്ലസ് പി പ്ലസ് എക്സെട്രാ പ്ലസ് പി n ടൈംസ് ആണ് കിട്ടുന്നത്. n ടൈംസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് നമുക്ക് n ടൈംസ് പികളല്ലേ, പികൾ എത്ര ടൈംസ് ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്നത്? പി ടൈംസ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും? n p is equal to എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. np is equal to എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാലോ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/n അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? 1/n എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഒമേഗ, പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു P of E is equal to M divided by capital N. N divided by N. Small m ആണ്, small n ആണ്. Number of outcomes favorable to E. N എന്താണ്? Number of outcomes favorable to E. Number of outcomes favorable to E divided by total possible outcomes, divided by total possible outcomes. P of E is equal to m divided by n, that is equal to m എന്ന് പറഞ്ഞാൽ എന്താണ്? The number of outcomes favorable to E ആണ്. n എന്ന് പറഞ്ഞാൽ total possible outcomes ആണ് E എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് നമുക്ക് ചെയ്തത്? എസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സാമ്പിൾ സ്പേസ് ആണ്. എസ് എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? ഒമേഗ 1 ഒമേഗ 2 എക്സെട്ര ഒമേഗ n എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ് എന്ത്? എസ് എന്ന് പറയുന്നത്. പി ഓഫ് ഒമേഗ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? പി ആണ്. അപ്പം ഡബ്ല്യു ഐ ബിലോങ്സ് ടു എസ് ആണ്. പിയുടെ വാല്യൂ 0ക്കും 1നും ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, summation I is equal to 1 to n p of omega I is equal to 1 ആണ്. summation I is equal to 1 to n p of omega I is equal to 1 ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, പി ആഡ് ചെയ്യുവാണ്. n ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത്? പി ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പി പ്ലസ് എക്സെട്രാ പ്ലസ് പി n ടൈംസ് പി ആഡ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? 1 എന്ന ആൻസർ കിട്ടും അല്ലേ. 1 എന്ന ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിയേ, പി ഓഫ് ഈസ് ഈക്വൽ ടു സ്മോൾ എം ഡിവൈഡഡ് ബൈ സ്മോൾ എൻ. ഈ സ്മോൾ എം എന്തിനെ ഡിനോട്ട് ചെയ്യും? നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇനെയാണ് നമുക്ക് എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി n എന്താണ്? ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ് സ്മോൾ n എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഓഫ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. നമ്മൾ നേരത്തെ ഒരു പഠിച്ച കാര്യമാണ് ഈ സമ്മേഷൻ പി ഓഫ് ഒമേഗ ഐ. ഇതിന് നമ്മൾ എന്തെന്നാ വിളിച്ചേ? P
പി ഓഫ് ഇ എന്നല്ലേ നമ്മൾ വിളിച്ചേ. പി ഓഫ് ഇ ഈസ് അല്ലെങ്കിൽ പി ഓഫ് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ പി ഓഫ് ഒമേഗ എന്നല്ലേ പഠിച്ചേ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതിന്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ. അപ്പൊ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു സ്മോൾ എം ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ്. പി ഓഫ് ഡബ്ല്യു ഐയുടെ അല്ലെങ്കിൽ പി ഓഫ് ഒമേഗ ഐയുടെ വാല്യൂ എന്താണ്? സ്മോൾ പി ആണ്. അതിൽ ഒമേഗ ഐകൾ എവിടെയുള്ളതാണ്? നമ്മുടെ സാമ്പിൾ സ്പേസ് ഐകൾ എസ്സിലുള്ളതാണ് ഈ ഒമേഗ ഐകൾ. പിന്നെ എന്താണ്? ഈ പി എന്ന് പറയുന്ന വാല്യൂ എവിടെ ബിലോങ് ചെയ്യുന്നതാണ്? 0, 1 ക്ലോസ്ഡ് 0, 1 ഉള്ളിലുള്ള വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. അപ്പൊ സമ്മേഷൻ ഐ is equal to 1 to n പി ഓഫ് ഒമേഗ ഐ is equal to എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് പി പ്ലസ് പി പ്ലസ് പി എക്സെട്ര n ടൈംസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ, സ്മോൾ എം ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച് നിങ്ങൾ ഓർക്കണം, നമ്മൾ ആദ്യം പഠിച്ച ഒരു ഇതുണ്ടായിരുന്നു, പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത്. പി ഓഫ് ഇ യൂണിയൻ എഫിന്റെ വാല്യൂ നിങ്ങൾ മറക്കരുത്. പി ഓഫ് ഇ യൂണിയൻ എഫ് എന്തായിരുന്നു? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ്. പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് ആണ്. അതിൽ എഫിന്റെ വാല്യൂ എന്താണ്? നൾ സെറ്റ് ആകുമ്പോൾ 5 ആകുമ്പോൾ നമുക്ക് പി ഓഫ് ഇ യൂണിയൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് 5 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് ഇ യൂണിയൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ആയിരിക്കും കിട്ടുക. പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് നൾ സെറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് നൾ സെറ്റ് എന്നാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് ഇനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പൊ പി ഓഫ് ഐയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മറക്കരുത്. അതുപോലെ നമുക്ക് 3 ആക്സിയംസ് ഉണ്ടായിരുന്നു, ആ 3 ആക്സിയംസും മറക്കരുത്. അതുപോലെ നമുക്ക് ഹെഡിന്റെയും ടെയിലിന്റെയും, അതായത് കോയിൻ ടോസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് എക്സാമിന് ചോദിക്കുന്നതാണ്. അതൊക്കെ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ വെക്കണം. അതുപോലെ സമ്മേഷൻ ഐ is equal to 1 to n പി ഓഫ് ഡബ്ല്യു ഐയുടെ വാല്യൂ 1 ആണ്. പിന്നെ നമ്മൾ പഠിച്ച പി ഓഫ് എ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ പി ഓഫ് ഡബ്ല്യു ഐ ആണ്. പി ഓഫ് എ, പി ഓഫ് ബി, എനി ഇവന്റ്, ഏതൊരു ഇവന്റ് ആണെങ്കിലും, ഏതൊരു ഇവന്റ് എ ബി സി ഡി ഏതൊരു ഇവന്റ് ആണെങ്കിലും നമുക്ക് ഇപ്പൊ ഈ ഇവന്റ് പി ഓഫ് ഇയുടെ വാല്യൂ എന്താണ്? സമ്മേഷൻ പി ഓഫ് ഐ ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പി ഓഫ് ഇ അല്ലേ. അപ്പൊ ഈ ഇവന്റ് ആയതുകൊണ്ട് നമുക്ക് സമ്മേഷൻ ഐ സിക്കൽ ടു 1 പി ഓഫ് ഡബ്ല്യു ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗ ഐയുടെ വാല്യൂ എന്തെന്ന് വന്നു? നമുക്ക് പി ഓഫ് ഇ എന്ന് വന്നു അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എ ആ ഇവന്റ് ആയിട്ട് എടുത്തിരിക്കുന്നെങ്കിൽ പി ഓഫ് എ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ സിക്കൽ ടു 1 to n പി ഓഫ് ഡബ്ല്യു ഒമേഗ ഐ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അതുപോലെ പി ഓഫ് ബി ആ എടുത്തിരിക്കുന്നെങ്കിൽ സമ്മേഷൻ ഐ സിക്കൽ ടു 1 to n പി ഓഫ് ഒമേഗ ഐയുടെ വാല്യൂ എന്താണ്? നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ ഫോർ എനി ഇവന്റ് എ ബി സി ഏത് ഇവന്റ് ആണെങ്കിലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? സമ്മേഷൻ ഐ is equal to 1 to n പി ഓഫ് ഒമേഗ ഐ is equal to എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. എസ് എന്ന് പറയുന്നൊരു സാമ്പിൾ സ്പേസ് ആണ്. ഇത് ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ എസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എസ്സിൽ നിന്നാണ് നമ്മൾ എന്തെന്ന് ഒമേഗ 1, ഒമേഗ 2 എക്സെട്ര ഒമേഗ n എന്ന് പറഞ്ഞ വാല്യൂസ് നമ്മളിങ്ങ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് പഠിക്കാനുള്ള 2 ഇക്വേഷൻ ആയിരുന്നു പഠിക്കാനുള്ളത്. അതുപോലെ നമുക്ക് ഫോളോയിങ് ആക്സിയംസ് ഉണ്ടായിരുന്നു. ആ ഓരോ ആക്സിയംസ് നിങ്ങൾ പഠിക്കുക. കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.